സരൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാറ്. പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തമാണ് കാര്യങ്ങൾ. രണ്ടു കൂട്ടരും ഒരു സന്ധി സംഭാഷണം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ യുദ്ധം അവസാനിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ വലിയ ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നു. വീണ്ടും സംഘർഷം അതിരൂക്ഷമാവുന്നൊരവസ്ഥ. എന്താണ് ഇനി അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പറഞ്ഞതുപോലെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പുതിയ ആക്രമണം കുവൈറ്റിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ആദ്യമായിട്ട് അഫക്ട് ചെയ്തിരിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികളെയാണ്. കാരണം കുവൈറ്റിന്റെ ടെർമിനൽ 1 അതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് ഇന്നലെ രാത്രിയിൽ 12 മണിക്ക് ശേഷം ബോംബിട്ട് കംപ്ലീറ്റ് തകർത്തത്. ഈ ടെർമിനലാണ് നേരത്തെയും ഇറാൻ ആക്രമിച്ച് തകർത്തത്. തകർത്ത് കഴിഞ്ഞിട്ട് കുവൈറ്റ് വളരെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനെ നേരെയാക്കി ടെർമിനൽ 1 ഇന്ന് മുതൽ വീണ്ടും സർവീസ് പുനരാരംഭിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ ടെർമിനൽ 1-ലാണ് അന്താരാഷ്ട്ര സർവീസുകളെല്ലാം കുവൈറ്റിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിൽ നിന്ന് ഇന്ന് പറക്കേണ്ടതായിരുന്നു. ആ സംഗതിയാണ് ഇപ്പൊ അവസാനം കരിപ്പൂരിൽ നിന്നുള്ളത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ വീണ്ടും തരിപ്പണമായി കളഞ്ഞു. രാത്രി 12 മണി മുതൽ തന്നെ 4 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ആക്രമണമായിരുന്നു. അതിൽ കുറെ സംഗതികൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എയർപോർട്ട് കംപ്ലീറ്റ് തകർന്നു പോയിരിക്കുന്നു. ഇത് ഇപ്പൊ ഇറാൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇപ്പം ട്രംപിനാണ്. കാരണം വളരെ കോൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകൺസിസ്റ്റൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അവരുടെ ഈ അമേരിക്കയുടെ ഈ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്തെ കരാർ ആവുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു സംഗതി അത് നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. അതോടൊപ്പം തന്നെ ഈ ഇസ്രയേലിന് സമയം വാങ്ങിക്കൊടുക്കുക. ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഇസ്രയേലിൽ ഇപ്പം നമുക്കറിയാം ലിറ്റാനി നദിയുടെ മറുകരയിലേക്ക് ഇസ്രയേൽ സൈന്യം പോയിരിക്കുന്നു. അതുപോലെ സെഹറാൻ നദിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ബെയ്റൂട്ടിൽ നിന്ന് രാവിലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബെയ്റൂട്ടിന്റെ സമീപം ലെബനന്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിന്റെ സമീപത്ത് നിന്ന് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു വളരെ ശക്തമായ ഒരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനന്റെ നേരെ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഉപാധികളാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ അവിടെയുള്ള കടലിലേക്ക് നിന്നുള്ള ഉപരോധം മാറ്റുക, പ്രൊഡക്ഷൻ അസറ്റ് റിലീസ് ചെയ്യുക. ഇത്രയും സാധനത്തിനകത്ത് ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്താണ് ഭേദഗതി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ട്രംപ് ചില ഉപാധികൾ മുമ്പോട്ട് വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ യുറേനിയന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വളരെ ഈ വരുന്ന 60 ദിവസത്തിനകം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം, ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമില്ല എന്നൊക്കെയുള്ള വളരെ വ്യക്തമായിട്ട് ഇറാൻ അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇവിടെ വീണ്ടും ഇപ്പോ ഈ ട്രംപ് ബോധപൂർവ്വം നീട്ടിക്കൊണ്ട് പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് ഇപ്പൊ സൗദി അറേബ്യ, ഇനിയിപ്പോ അടുത്ത സൗദി അറേബ്യയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പൊ സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഇപ്പൊ ബഹ്റൈന്റെ നേതൃത്വ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോ ഇത്തരം ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തുകയും ട്രംപിന് എത്രയും വേഗം ഈ കരാറിലേക്ക് ഒപ്പിടിപ്പിക്കുകയും ചെയ്യാന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ വ്യക്തമായ മെസ്സേജ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഇറാൻ ഇപ്പൊ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ല അവിടെ കാര്യങ്ങൾ നയിക്കുന്നത്, കംപ്ലീറ്റ് IRGC ആണ്. അപ്പോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പ്രത്യേകിച്ച് റോള് പോലും ഇല്ലാത്തൊരവസ്ഥയില്ല. ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് പെസഷ്കിയാൻ രാജിവെച്ചു എന്നുള്ള വാർത്ത പോലും പ്രചരിക്കുകയുണ്ടായി. പക്ഷെ അത് അവര് നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ IRGCയുമായിട്ടാണ് ട്രംപ് ഡീല് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യക്തമായ മെസ്സേജ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കരാർ ഉടനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഗൾഫ് രാജ്യങ്ങളും യുദ്ധത്തിന്റെ ഗതി മാറുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പൊ ഇറാൻ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പൊ അതേ സമയത്ത് ട്രംപ് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പ്രത്യക്ഷത്തിൽ ഈ ചർച്ചയും ഉപാധികൾ തമ്മിലുള്ള ഈ ഉപാധി വെച്ചുള്ള ചർച്ചകളും ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല, ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാവുന്നെങ്കിലും ഞങ്ങൾ വളരെ നിരന്തരമായിട്ട് ബൈലാറ്ററൽ ചർച്ച, അതായത്
ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് പറയാനുള്ള കാരണം വീണ്ടും ഇനി യുദ്ധത്തിലേക്ക് പോകാനായിട്ട് ട്രംപിന് താല്പര്യമില്ല എന്നുള്ള വ്യക്തമായ ഒരു സൂചനയും കൂടെയാണ്. അതേ സമയത്ത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന്, കാരണം ഈ ജൂതവംശങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് ട്രംപിന് അമേരിക്കയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇത്തരം ഒരു അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും തമ്മിൽ ഭയങ്കര വാഗ്വാദം ഉണ്ടായ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ പുറത്തുവിടുകയൊക്കെ ചെയ്യും. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ രണ്ടായാലും ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിന്റെ ഗതി ഇതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ജനവാസ സ്ഥലത്തേക്കൊന്നും വലിയ ആക്രമണം നടത്താതെ തന്നെ വീണ്ടും പണി പൂർത്തിയാക്കിയ കുവൈറ്റ് ടെർമിനൽ 1 ഇന്നലെ പൂർണ്ണമായിട്ടും ഇറാൻ തകർത്തത്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഇവിടെ ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. അമേരിക്ക അതിന്റെ ഭാഗത്ത് പ്രത്യാക്രമണം ഉണ്ടായി. ഇറാന്റെ ഒരു ഓയിൽ ടാങ്കർ അമേരിക്ക ഡിസേബിൾ ചെയ്തു ഹോർമൂസ് കടലിടുക്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ആക്രമണം ഉണ്ടാകുന്നത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല, അവരുടെ നിലപാട് വളരെ വ്യക്തമാണ് എന്നാണ്. അതേസമയത്ത് അമേരിക്കയും ട്രംപും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇറാനെ കംപ്ലീറ്റ് ഞങ്ങൾ തകർത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അതിനുള്ള മറുപടിയും കൂടെയാണ് ഇറാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നേരിടാൻ പോകുന്നത് വളരെ തീവ്രമായ മറ്റൊരു ഫേസ് ആയിരിക്കും യുദ്ധത്തിന് എന്നുള്ളതാണ്. അത് ഏകദേശം ശരിയുമാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഹിസ്ബുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്കുള്ള ആക്രമണം പോലും ഇസ്രയേലിന് പൂർണ്ണമായിട്ട് തകർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള യുദ്ധത്തിന്റെ ട്രംപ് എത്രയും പെട്ടെന്ന് കരാറിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ അതിലേക്ക് ട്രംപ് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. പോകാനുള്ള സാധ്യത ഇപ്പോഴും വളരെ വിരളമാണ്. ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു കരാറിലേക്ക് തന്നെ പോകാനാണ് എല്ലാ സാധ്യതകളും കാണുന്നത്. ഇപ്പൊ ട്രംപിന്റെ പുറത്ത് ആഭ്യന്തരമായിട്ടും സമ്മർദ്ദമുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദമുണ്ട്, അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ വിഷയമുണ്ട്, അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയുടെ പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇപ്പൊ ട്രംപ് മറ്റൊരു ഒരു ട്രംപ് കാർഡും ഇറക്കുന്നുണ്ട്, കുറിപ്പിച്ചിട്ടുണ്ട്. അതായത് വീണ്ടും അവിടുത്തെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെ മറികടന്നുകൊണ്ട് 10 രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ പിഴത്തീരുവയും മറ്റു തീരുവയും ഒക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അതിൽ ഇന്ത്യയൊക്കെ ഉൾപ്പെടുത്തുന്നതൊക്കെ ഉള്ള വാർത്തകൾ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപിനവിടെ ആഭ്യന്തരമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഓരോരോ ശ്രമങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം ഈ യുദ്ധം ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കരാറിലേക്ക് ഒപ്പിടുകയാണെന്നുണ്ടെങ്കിൽ ലോക ശ്രദ്ധയും മറ്റ് സംഗതികളും മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ വീണ്ടും ഈ താരിഫ് യുദ്ധത്തിലേക്ക് ട്രംപിനെ നയിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളും ബലപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ടായാലും അമേരിക്കയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ അമേരിക്കൻ എംപയർ സാമ്രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യത്വം തകർന്ന ആ ഒരു തകർച്ചയുടെ നിമിഷങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇന്നലെ ഇപ്പൊ അവിടെ വേറൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇപ്പൊ ചൈനയെ വളരെ പരസ്യമായിട്ട്, അതായത് ഇൻഡോ പസഫിക് രാജ്യങ്ങളോടുള്ള സമീപനം അമേരിക്ക മാറ്റിക്കൊണ്ട് ചൈനയെ വലിയൊരു ത്രെട്ടായി കണ്ടതുകൊണ്ട് മനസ്സിലാക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് 2 ആഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് അവിടെ പോയി കൈ കൊടുത്തിട്ട് രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാന്ന് പറഞ്ഞ് പോരുന്നതാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും ചൈനയെ പരസ്യമായിട്ട് ഈ ചൈന വളരെ അപകടമാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നയങ്ങൾ മാറ്റുന്നു. അതേപോലെ തന്നെ ഇൻഡോ പസഫിക് രാജ്യങ്ങളോടുള്ള സമീപനം ജപ്പാനിനെയും ഫിലിപ്പൈൻസിനെയും കൂടുതൽ ഈ പറഞ്ഞതുപോലെ അവിടെ ശക്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കരാറിലേക്ക് എത്തിയിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അമേരിക്കൻ തന്ത്രമായിട്ടും വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ, മുമ്പ് ഒരു സമാധാന സന്ധി ചർച്ചയിൽ ഒരുപാട് ഉപാധികൾ മുന്നോട്ട് വെക്കപ്പെട്ടു. ഇറാൻ്റെ ഫ്രോസൺ അസർട്ട് അത് വിട്ടുകൊടുക്കുക, അതേപോലെ അവർക്ക് ഹോർമൂസ് അവരുടെ അതിന് മേലുള്ള അധികാരം സ്ഥാപിച്ചു കിട്ടുക, സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അത് നശിപ്പിച്ചു കളയണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് റഷ്യക്ക് കൈമാറാമെന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും അവരവരുടെ കടുംപിടുത്തങ്ങളിൽ നിൽക്കുന്നു, ചർച്ച അലസിപ്പിരിക്കുന്നു, വീണ്ടും സംഘർഷങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ
ആ ചർച്ച ഒരു ഒത്തുതീർപ്പ് ധാരണ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ നീണ്ടുപോകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ക്രൂഡ് ഓയിൽ വിലയിലൊക്കെ വലിയ പ്രതിഫലനം ഉണ്ടായിരുന്നു. $100 താഴേക്കൊക്കെ വില വന്നു. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ വീണ്ടും ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കടുത്ത പരീക്ഷണ കാലഘട്ടം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ധാരണയിലേക്ക് ഉടനെ വന്നില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ ക്രൂഡ് ഓയിലിനടക്കം കടുത്ത വില വർധനവ് വരുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലടക്കം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതെ അതെ അതെ, നമ്മളിപ്പോ അതിന്റെ ആ ഒരു പൊള്ളൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിന്റെ വിലയിലാണെങ്കിലും പാചകവാതകത്തിന്റെ ആണെങ്കിലും എന്തിന് ചായക്കൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വില വർധനയായി കഴിഞ്ഞു. മാത്രമല്ല പല ഹോട്ടലുകളിലും പല ഹോട്ടലുകളിലും പല ഹോട്ടലുകളും നിർത്തിയിട്ടുണ്ട്. ഇതിന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണെങ്കിൽ ബിരിയാണി മാത്രമേ ഉള്ളൂ, ഊണ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ യുദ്ധത്തിന്റെ പ്രതിഫലനമാണ്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനം ഇന്ത്യ ഉണ്ടാക്കുന്നതിന് തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ UAE-യുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ, അവിടെ നിന്നൊക്കെ നമുക്ക് പക്ഷെ അതൊക്കെ പ്രയോഗത്തിലേക്ക് വരണമെങ്കിൽ ഇനി സമയമെടുക്കും. അതേപോലെ തന്നെ ഇപ്പം ഇന്നിപ്പോ വെനിസ്വലയുടെ പ്രസിഡന്റ് നമ്മളെ ഇന്നിപ്പോ ഇന്ത്യയിലുണ്ട്. വെനിസ്വലയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടുള്ള ഇപ്പൊ അവിടെയൊക്കെയാണ് നമുക്ക് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇടയ്ക്ക് റഷ്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്ന വിലക്ക് അവർ മാറ്റിയിട്ട് അത് വീണ്ടും കൊണ്ടുവരാൻ പോകുന്നു. വീണ്ടും ഈ താരിഫ് യുദ്ധവും മറ്റ് സംഗതികളിലേക്ക് അമേരിക്ക ശ്രദ്ധ തിരിക്കുന്നു. അപ്പൊ അതെല്ലാം സൂചിപ്പിക്കുന്നത് താമസിയാതെ ട്രംപ് ഈ കരാറിൽ ഒപ്പിടുമെന്നുള്ളത് തന്നെയാണ് എന്റെ ബലമായ വിശ്വാസം. അമേരിക്കയുടെ സ്വഭാവത്തെയും ട്രംപിന്റെ സ്വഭാവത്തെയും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് അമേരിക്ക അവരുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ചൈനയെ മുഖ്യ ശത്രുവായിട്ട് അല്ലെങ്കിൽ വലിയ ഭീഷണിയായിട്ട് പ്രഖ്യാപിക്കുകയും ഇൻഡോ പസഫിക് രാജ്യങ്ങളിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും താരിഫ് കൊണ്ടുവരികയും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ വീണ്ടും ഈ പിഴപ്പട്ടികയിൽ ചുമത്തിയിട്ട് താരിഫ് ഇറക്കാനുള്ള ശ്രമം കൊണ്ടുവരുന്നത് ഇതൊരു ഫോക്കസ് ഷിഫ്റ്റിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രംപ് ഈ ആധിപത്യം നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉള്ളത്. അതേപോലെ ആഭ്യന്തരമായിട്ട് പിടിച്ചിരിക്കണം, വരുന്ന നവംബറിലുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫോക്കസ് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ശ്രമം അവർ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് താമസിയാതെ തന്നെ ട്രംപ് ഇതിനകത്ത് ഒപ്പിടും എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ വലിയ പരിതാപകരമായ അവസ്ഥ. കാരണം ബഹ്റൈനിലേക്ക് ഇന്നലെ ആക്രമണം ഉണ്ടായി, അവരുടെ മിലിറ്ററി ബേസിലേക്ക് ആക്രമണം ഉണ്ടായി. മാത്രമല്ല അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഇപ്പൊ കുവൈറ്റ് ആണെങ്കിലും മറ്റു സ്ഥലങ്ങളിലും ആ മിലിറ്ററി ബേസിലേക്ക് അവർ ആക്രമണം നടത്തിയിട്ടില്ല. മറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡാണ് ഇപ്പം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവർ വളരെ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത മിലിറ്ററി ബേസിലേക്ക് എത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കക്കാർക്കും കൈകൊള്ളും. അപ്പൊ അതിനുള്ള സൂചനയാണ് ഇന്നലത്തെ കുവൈറ്റിൻ്റെത്. വളരെ ഇപ്പൊ ഞാൻ ഇന്ന് അവിടെ കുവൈറ്റുള്ള നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇന്നലെ രാത്രി 12 മണി തൊട്ട് 4 മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ആകാശ പ്രകടനങ്ങളായിരുന്നു അവരത്. അപ്പൊ അത് കംപ്ലീറ്റ് താർത്തു കളഞ്ഞു. ടെർമിനൽ 1 എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര വിമാനത്താവളം അവർ പുതുക്കിപ്പണിത് ഇന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള അതൊരു സൂചനയാണ്. കാര്യം ഇനി തങ്ങൾ അടിക്കുന്നതിൽ മര്യാദ കാണിക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സൗദി അറേബ്യ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഖട്ടാറാണ് ഇതിന്റെ മുഖ്യമായ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പൊ അവരെല്ലാവരുടെ ഭാഗത്ത് നല്ല സമ്മർദ്ദം ഉണ്ടാവും. സമ്മർദ്ദം ഉണ്ടായില്ലെങ്കിൽ അമേരിക്കയ്ക്ക് നാശനഷ്ടം കൊണ്ടാകുന്ന ഇതിലേക്ക് പോകും. യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയും. കാര്യം അതാണ് IRGCയുടെ ഒരു നിലപാട്. സാർ, ഒരു കൗതുകത്തിനൊരു ചോദ്യം കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് ചില സോഷ്യൽ മീഡിയയിൽ വന്ന പ്രചാരണമാണ്. ഈ സാധാരണഗതിയിൽ ഈ പരമ്പരാഗതമായി അമേരിക്കൻ പ്രസിഡന്റുമാർ കുറേ അഡ്വൈസർമാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടാകും. അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നയരൂപീകരണത്തിലേക്ക് കടക്കുക. പക്ഷേ ട്രംപിൻ്റെ കാര്യത്തിൽ അത് നേരെ റിവേഴ്സ് ആണെന്ന് പറയപ്പെടുന്നു. ഈ അഡ്വൈസർമാരെ അഡ്വൈസ് ചെയ്യുന്നത് ട്രംപാണ് പോലും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ പുറത്താണ് തീരുമാനങ്ങൾ അമേരിക്കയുടേതായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഈ യുദ്ധത്തിലടക്കം വലിയ തിരിച്ചടിയിലേക്ക് ട്രംപിൻ്റെ മാത്രം താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചടിയിലേക്ക് പോയത് എന്ന്, തന്ത്രപരമായ തിരിച്ചടി ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അതിൽ വാസ്തവമുണ്ടോ സാർ? ഈ ട്രംപ് സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഏതാണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പണ്ട് അമേരിക്കയില് ഈ ഡീപ് സ്റ്റേറ്റ് വളരെ ശക്തമായിരുന്നു. ഇന്നിപ്പോ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ട്രംപിന്റെ ഫാമിലി ഇൻട്രസ്റ്റ് ആണ്.
ഉദാഹരണത്തിന് ഇപ്പം അമേരിക്കയും മറ്റൊരു രാജ്യവുമായിട്ടല്ല കരാറിൽ ഏർപ്പെടുന്നത്. ട്രംപും മറ്റൊരു രാജ്യമായിട്ടാണ് കരാറിൽ ഏർപ്പെടുന്നത്. ട്രംപിന്റെ ഇപ്പൊ ഈ ഡൈനാസ്റ്റി തമ്മിലുള്ള ഒരു എന്താ പറയാ കരാർ പോലായി വരുന്നു. മരുമകനും ഉണ്ട് കളത്തില്. ആ, ട്രംപ് മാത്രമല്ല മരുമകനും ഉണ്ട് കളത്തില്. ഏതാ? ട്രംപ് മാത്രമല്ല മരുമകനും ഉണ്ട് കളത്തില്, കുഷ്ണർ. അതെ, മരുമകനും മകനും മകളും എല്ലാം ഉണ്ട്. അപ്പം ഇവരെല്ലാമാണ് കരാർ ഉണ്ടാകുന്നത്. സൗദി അറേബ്യയായിട്ടാണെങ്കിലും ട്രംപ് ഫാമിലിയാണ് കരാർ ഉണ്ടാകുന്നത്. ഖട്ടാറുമായിട്ടും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. UAE-യുമായിട്ടും അങ്ങനെയാണ്. എന്തിനാണ് പാകിസ്ഥാനിലെ ക്രിപ്റ്റോ കറൻസി അതിന്റെ പേരിൽ എവിടെ ലിബർട്ടി എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു കമ്പനിയുണ്ട്, മരുമകനും മകൾക്കും എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ ഈ വിദേശ ഉദാഹരണത്തിന് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ലേ കരാർ ഉണ്ടാക്കുന്നത്. ഒബാമയുടെ കാലത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ. അത് ട്രംപ് വന്നപ്പോഴത്തേക്ക് ട്രംപ് ചെയ്ത് വന്നു. അപ്പോ ട്രംപാണ് ഇപ്പം അമേരിക്ക എന്ന് പറയുന്നത്. ട്രംപും മറ്റു രാജ്യങ്ങളോടാണ് കരാർ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ട്രംപ് പറയുകയാണ് ഞാൻ പുടിനുമായിട്ട് സംസാരിച്ചു. അല്ലാതെ അമേരിക്ക റഷ്യയുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഡിപ്ലോമസിയുടെ കാലം മാറിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മറ്റ് രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം അല്ലെ അമേരിക്കൻ ഡിപ്ലോമസി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ മാറിയിരിക്കുന്നു. അതാണ് ഇപ്പൊ അമേരിക്കയും ലോകവും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്ന സംഗതി അതാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഇയാളുടെ താല്പര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഗാസ ആക്രമിച്ചു, ഇസ്രയേലിനെ കൊണ്ട് ആക്രമിപ്പിച്ചു. അത് അവിടെ ഒരു വലിയ രീതിയിൽ ഗാസ അവിടുന്ന് എല്ലാവരെയും കംപ്ലീറ്റ് തുടച്ചു മാറ്റിയിട്ട് ഒരു പുതിയ ബീച്ച് റിസോർട്ടും മറ്റു സംഗതികളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന സാധനം. അപ്പൊ ഇവിടെ എല്ലാം ഈ ഡൈനാസ്റ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ് ഈ ട്രംപിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ഒരു താല്പര്യത്തിനകത്ത് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പ്രൈമറിലി ആയ ബിസിനസ്മാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ് പ്രൈമറിലി ആയ ബിസിനസ്മാൻ. അപ്പോ ആ ഒരു ബിസിനസ്സാണ് തന്റെ ഫാമിലിയുടെ എംപയറിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നാഴികയ്ക്ക് 40 വട്ടം 10 മിനിറ്റിന് പോലും ട്രംപിന്റെ ഒരു അഭിപ്രായത്തിന് ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരൊറ്റ കാരണമാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് അല്ലെ ട്രംപുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ എല്ലാം തന്നെ ഇൻ റൈറ്റിംഗ് കിട്ടാതെ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. വളരെ ന്യായമായ സംഗതിയാണ് അവർ പറയുന്നത്. കാര്യം ഇയാളുടെ ഒരു ഡയലോഗിന് സാധ്യമില്ല. വളരെ പരിതാപകരമാണോ, തമാശയാണോ, ഒരു ജോക്കാണോ, അത് നമുക്കത് മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യം അതിന്റെ പ്രസിഡന്റ് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്നത് പുള്ളിയുടെ പത്രസമ്മേളനം ശ്രദ്ധിച്ചു നോക്കുക. സ്വയം പോലും ഒരു ബഹുമാനം കൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. നമ്മളുടെ കേരളത്തിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു കൗൺസിലറോ പോലും ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാവത്തില്ല അല്ലേ? അത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ്, സെൽഫ് റെസ്പെക്ട് ഇല്ലാതെയാണ് ട്രംപ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു ലേഖകൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിന്റെ വിശ്വാസ്യതയില്ലായ്മയെ കുറിച്ചും അവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ സമയം ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം എന്നൊക്കെ പറയുന്നത്, അപ്പൊ ഈ രീതിയിൽ അത് ആലോചിച്ച് നോക്കുക. അത് ലോകം മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഈ അസ്ഥിരതയ്ക്കോ അതല്ലെങ്കിൽ ഫാമിലി താല്പര്യത്തിനോ വേണ്ടി വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതേ സമയത്ത് മറ്റൊരു ശാക്തീകരി വികസിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചൈന, റഷ്യ, ഇന്ത്യ, ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ഇവിടെ പുതുതായിട്ട് വരുന്നു. അമേരിക്കൻ സാമ്രാജ്യം ഇങ്ങനെയുള്ള വട്ടന്മാരിലൂടെയാണല്ലോ അത് തരുന്നടിയുന്നത്. അപ്പൊ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പറഞ്ഞതുപോലെ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, പ്രായം വല്ലാണ്ട് കയറുന്ന സമയത്ത് മരണത്തിന് എന്തെങ്കിലും ഒരു കാരണം വേണം എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ട്രംപ് ഈ പറഞ്ഞ ഒരു കാരണമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടായാലും കരാർ ഉണ്ടാകും, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ശരി, നന്ദി സാർ.